അന്ന് നിനക്കൊക്കെ ബ്രോക്കർ പണി ചെയ്യുന്ന ഇവിടുത്തെ ഒരു ലക്ഷ്മണൻ ഉണ്ടല്ലോ, അവനും കാണില്ല കൂട്ടിന്. അവളുടെ ഒരു ശ്രീരാമനാമം. മാഡം, ഞാൻ ഭക്തിഗാനം. ഇനിയും നീ എന്റെ മുന്നിൽ അഭിനയിക്കാൻ നോക്കിയാ നിന്നെ ഞാൻ അവളുടെ ഒരു ശ്രീരാമനാമം. ഇളയമേ, ഇളയമേ എന്തിനാ കല്യാണി ഉപദ്രവിക്കുന്നേ? ഇവള് പാടിയ ഭക്തിഗാനം എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. ഇവള് പാടിയപ്പോ അതില് ഭക്തിയൊന്നും ഇല്ലായിരുന്നു. ദൈവങ്ങളെ വരെ പറ്റിക്കാൻ നോക്കിയാ ഞാൻ കേട്ടോണ്ട് മിണ്ടാതിരിക്കണോ? ഇളയമ എന്ത് ഭ്രാന്തായി പറയുന്നേ? കല്യാണി ഒരിക്കലും ഒരു ദൈവങ്ങളെയും പറ്റിക്കില്ല. ശ്രീരാമനെ കുറിച്ചല്ലേ കല്യാണി പാടിയത്? ശ്രീരാമൻ ആനന്ദേ, ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഇവള് പാടിയ ശ്രീരാമൻ ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇനി അതല്ലാന്ന് വരുത്തി തീർക്കാനൊന്നും നോക്കണ്ട. ഇളയമേ, ഇളയമയ്ക്ക് ഇതെല്ലാം കല്യാണിയോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് തോന്നുക, അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. നിനക്ക് തോന്നില്ലല്ലോ, പക്ഷെ എനിക്കറിയാം ഇവളാരും മനസ്സിലോർത്തിട്ട് ആ പാട്ട് പാടിയെന്നൊക്കെ. ഓഹോ, അങ്ങനെയാണോ കാര്യം? അങ്ങനെയാണെങ്കിൽ അതൊന്നും അറിയണമല്ലോ. കല്യാണി, നീ ആ പാട്ട് ഒന്നുകൂടി ഒന്ന് പാടി നോക്ക്. നീ ആരെ മനസ്സിൽ ചിന്തിച്ചാണ് പാടിയെന്ന് എനിക്ക് മനസ്സിലാവോ ഇല്ലോ എന്ന് നോക്കണമല്ലോ. ഇളയമൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളാം. കല്യാണി പാട്, ഞാനല്ലേ പറയുന്നത്, പാട്. കേട്ടില്ലേ? സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ കുറിച്ചുള്ള പാട്ടാ. ആനന്ദേ, നീ എന്നോട് പ്രതികാരം വീട്ടുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കല്യാണി, നീ ഒന്നുകൂടി ഒന്ന് പാടിക്കൊടുത്തേ. ഇളയമ്മയ്ക്ക് ഇപ്പോഴും അങ്ങോട്ട് പൂർണ്ണമായി മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കല്യാണി, എപ്പോഴൊക്കെയോ നിന്റെ പാട്ടിലൊരു പ്രണയം എനിക്കും ഫീൽ ചെയ്തിരുന്നു. ഇനി ഇളയമ്മ നീ ആരെ ഓർത്താണ് പാടിയെന്ന് ചോദിച്ചാ അത് എന്നെ ഓർത്താണെന്ന് ധൈര്യമായിട്ട് പറഞ്ഞു. പിന്നെ നിന്റെ പാട്ട് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിനക്കിനി എപ്പ പാടണം തോന്നോ അപ്പൊ ധൈര്യമായിട്ട് പാടിക്കും. ഞാനുണ്ട് നിന്റെ കൂടെ. പിന്നെ ശരിക്കും ആ പാട്ട് പാടിയപ്പോ സാക്ഷാൽ ശ്രീരാമചന്ദ്രനായിരുന്നോ മനസ്സിൽ, അതോ ഞാനായിരുന്നോ? ഒന്ന് പോവല്ലോ. അഹങ്കാരി, വൃത്തികെട്ടവൻ. ആ അടുക്കളക്കാരി കണ്ടപ്പോ സ്വയം മറന്ന അവന്റെ നടപ്പ്. നമ്മളൊന്നും ആരുമല്ല. ആന്റി, എന്ത് പറ്റി ആന്റിക്ക്? ആന്റി എന്തോ വലിയ ടെൻഷനിലാണെന്ന് തോന്നല്ലോ.
വെറും ടെൻഷനല്ല, ടെൻഷൻ കൊണ്ട് ഏത് നിമിഷവും ചങ്ക് പൊട്ടി പോകാവുന്ന അവസ്ഥയിലാ ഞാൻ. ആ അടുക്കളക്കാരിയുടെ മുന്നിൽ തോറ്റു തോറ്റു മടുത്തു. കുറെ വളഞ്ഞു ചുറ്റി ആ അഖിലാണ്ടേശ്വരിയെ കൊണ്ട് അവളെ പുറത്താക്കാൻ ഒരു തന്ത്രം മെനഞ്ഞു വെച്ചിരുന്നതാ. പക്ഷെ ആ തീറ്റി പണ്ടാരൻ ജയന്തി കാരണം അതും തകർന്നു. എന്ത് പറയാനാ? ജയന്തി തന്ത്രം തകർത്തെന്നോ? ആന്റി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തന്ത്രം? അതാ കല്യാണി കഴിച്ചിരുന്നെങ്കിൽ പൂജയ്ക്ക് ഒരുക്കങ്ങൾ നടത്തേണ്ട കല്യാണി പൂജാമുറിയിൽ കിടന്ന് ഉറങ്ങിയേനെ. അതോടെ കീറിയനെ തൃച്ചമ്പരത്ത് നിന്നും അവളുടെ ചീട്ട്. പക്ഷെ ഉൾട്ടയാ നടന്നത്. ആ ആനന്ദ് വെറും ഒരു അടുക്കളക്കാരിയുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചിറക്കി വിട്ടു. നാണക്കേട്. ആന്റി എന്തൊക്കെയായി പറയുന്നേ? ആനന്ദ് ആന്റി അപമാനിച്ചെന്നോ? എപ്പോ? അവളൊരു പാട്ട് പാടിയില്ലേ ആ പൂജയെടുപ്പിന്? പാടി. അതിനുശേഷം അവളെ കാണാൻ ഞാൻ അടുക്കളയിലേക്കൊന്ന് പോയിരുന്നു ചിലത് ചോദിക്കാൻ. അന്നവൻ ആ അടുക്കളക്കാരിയെ കൊണ്ട് എന്നെ വെല്ലുവിളിപ്പിച്ചാണ് കൊച്ചാക്കിയതെങ്കിൽ ഇന്ന് അതേ പാട്ട് തന്നെ എന്റെ മുന്നിൽ വെച്ച് അവളെ കൊണ്ട് പല തവണ പാടിപ്പിച്ച അവൻ എന്റെ മാനം കെടുത്തി നന്ദനെ. ഇനി ആ പരമ്പരാഗത മാലയുടെ കാര്യത്തിൽ കൂടി ഞാൻ തോറ്റാൽ തൃച്ചമ്പരത്ത് വിലാസിനി പരാജയത്തിന്റെ മറ്റൊരു പര്യായ പദമായി മാറും. അത്ര തന്നെ. ശരി, വെല്ലുവിളിച്ചത് ജയിച്ചു കാണിക്കാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ആന്റി? എന്തെങ്കിലും മൂവ്മെന്റ്? ഉണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. നാളെ നടക്കാൻ പോകുന്ന ഇവിടുത്തെ ആഭരണ പൂജയിൽ തൃച്ചംബരം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ ഊരി വിഗ്രഹത്തിൽ ചാർത്താൻ പറയും അഖിലാണ്ടേശ്വരി. ശരി. അപ്പൊ കല്യാണിയുടെ കഴുത്തിൽ കിടക്കുന്നത് തൃച്ചംബരത്തെ പരമ്പരാഗത ചെയിനാണെന്നും അതും കൂടി ഊരി വാങ്ങി പൂജ ചെയ്യണമെന്നും ഞാൻ ഉറപ്പിച്ചങ്ങ് വാദിക്കും, ഒരു മയോ ഇല്ലാതെ. ശരി, അതൊക്കെ ഓക്കെ. പക്ഷെ പൂജ കഴിഞ്ഞ ഉടനെ അഖിലാന്റി അതുപോലെ അവളുടെ മാല അപ്പൊ തന്നെ തിരികെ കൊടുക്കില്ലേ? അതെ, കൊടുക്കും. അവിടെയാണ് നമ്മൾ തന്ത്രമിറക്കേണ്ടത്. കല്യാണിയുടെ കഴുത്തിൽ നിന്നും ഊരുന്ന ആ ചെയിൻ തിരികെ അവളുടെ കഴുത്തിൽ പോകാതെ നമ്മൾ നോക്കണം. അതാണ് ഗെയിം. നല്ല ഗെയിം. അഖിലാന്റിയും ആനന്ദും അരവിന്ദും ഒക്കെ നിൽക്കുമ്പോ അതെങ്ങനെ സാധിക്കാനാ? സാധിക്കണം. ആ ചെയിനിന് പകരം അതുപോലെ വേറൊരു ചെയിൻ വേണം അവളുടെ കഴുത്തിലേക്ക് തിരികെ ഏറാൻ. അതിനി ആരൊക്കെ എവിടെയൊക്കെ നിന്നാലും നടന്നിരിക്കണം, നടന്നേ പറ്റൂ. കൊള്ളാം, ആന്റി പറയുന്നത് കേൾക്കാൻ കൊള്ളാം. ഐഡിയയും സൂപ്പർ. പക്ഷേ ഇതൊക്കെ എങ്ങനെ നടത്തുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാം നടക്കും. നീ ഒരു സഹായിയായി കൂടെ നിന്ന് തന്നാ മാത്രം മതി. എന്താ, അതിന് പറ്റുമോ? ഓക്കെ ആന്റി, ഞാനുണ്ടാവും കൂടെ. അപ്പൊ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഹലോ, ഹലോ ആന്റി, എന്താ ഈ നേരത്ത്? സുഖല്ലേ? ആ അഖിലാണ്ടേശ്വരിയുടെ ചിത എരിഞ്ഞടങ്ങുമ്പോഴേ എന്റെ ജീവിതത്തിൽ ഇനി സുഖം വരൂ. അതെ, ആ ചിത എരിയുന്ന പുകപടലങ്ങളെയാ ഞാൻ കാലങ്ങളായി സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം നേരായി തീരുന്ന ഒരു ദിവസത്തിനാ ഈ പ്രിയങ്ക വർമ്മ കാത്തിരിക്കുന്നത്. ലക്ഷ്യം ഒന്നാണല്ലോ, സന്തോഷം. അതെ, ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ വിളിച്ചതാ പ്രിയങ്കെ. നാളെ കഴിഞ്ഞാലുടൻ ബോണസ് വിതരണം ഇവിടെ. ഞാൻ പറഞ്ഞിരുന്നല്ലോ കാര്യങ്ങൾ. ഓർമ്മയുണ്ട് ആന്റി, ഓർമ്മയുണ്ട്. ആന്റി ഏതിനും ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. നാളെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഒരു സ്റ്റാഫിനും ബോണസ് പോയിട്ട് ശമ്പളം കൂടി കിട്ടാൻ പോകുന്നില്ല.
അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനായി ഈ പ്രിയങ്ക കേരളത്തിലേക്ക് പറന്നിറങ്ങാൻ പോവാ നാളെ തന്നെ. കുറച്ചു നാളിനി ഞാൻ അവിടെ കാണും, നമ്മുടെ നാട്ടില്. സന്തോഷം. നീ പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും തൃച്ചംബരവുമായിട്ടുള്ള യുദ്ധത്തിന് വീണ്ടും ഈ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് സ്വാഗതം. താങ്ക്സ്. എന്നാ പിന്നെ ഓക്കെ ആന്റി, നമുക്ക് നേരിട്ട് കാണാം. ഏതായാലും ആന്റി ടെൻഷനൊക്കെ മാറ്റിവെച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പ്രിയങ്കെ. ഓൾ ദി ബെസ്റ്റ്. അഖിലാണ്ടേശ്വരി, നീ ബോണസ് കൊടുക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. നാളെ പറഞ്ഞ വാക്ക് പാലിക്കാനാകാതെ പകച്ചു നിൽക്കുന്ന അഖിലയെ എനിക്ക് കണ്ണിറയെ കാണണം. കല്യാണി, എന്താ വലിയുഞ്ഞേ? കല്യാണി, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാനിന്ന് കിച്ചണിലേക്ക് വന്നത്. പിന്നെ ഇളയമ്മ കാരണം അത് പറയാനും പറ്റിയില്ല. പറഞ്ഞു വലിയുഞ്ഞേ. വേറൊന്നുമല്ല കല്യാണി, നീ ഇളയമ്മയെ വെല്ലുവിളിച്ചത് മറന്നിട്ടില്ലല്ലോ. ഇത് അഖില മാഡം ഒരു കാരണവശാലും ഊരരുതെന്ന് പറഞ്ഞ് എന്റെ കഴുത്തിലിട്ട് തന്ന മാലയാണ്. എനിക്ക് ആ വാക്ക് പാലിച്ചേ പറ്റൂ. 3 ദിവസമല്ല 30 ദിവസം തരാം. പറ്റുമെങ്കിൽ എന്റെ കഴുത്തിൽ നിന്ന് ഊരിച്ച് കാണിക്ക്. മറന്നിട്ടില്ല വലിയുഞ്ഞേ, ഓർമ്മയിലുണ്ട്. അറിയാലോ, ഇളയമ്മ എന്ത് തന്ത്രവും പ്രയോഗിച്ച് ആ പരമ്പരാഗത മാല തട്ടിയെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം കാര്യങ്ങൾ. എനിക്കറിയാം വലിയുഞ്ഞേ, ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷേ ഈ പരമ്പരാഗത മാല എന്റെ കഴുത്തിൽ കിടക്കുന്നത് പോലും വിലാസിനി മാഡത്തിന് സഹിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോ വലിയുഞ്ഞ് എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ എന്താവോ അവസ്ഥയെന്നാ ഞാൻ ആലോചിക്കണേ. എന്നിട്ടും ഞാൻ കിട്ടിയ താലി ഇപ്പോഴും നിന്റെ കഴുത്തിലുണ്ടല്ലോ. അത് ആരും അറിയാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വെറും ഡെമോ താലിയല്ലേ? കൊള്ളാം. എന്നിട്ടാണോ ഇത് ഊരി മാറ്റുമ്പോഴൊക്കെ എനിക്ക് അപകടം സംഭവിക്കുന്നു എന്ന് നീ പറയുന്നത്? 4 ആളറിയേ എല്ലാവരുടെ അനുഗ്രഹത്തോടെ അഗ്നിസാക്ഷിയായി വലിയുഞ്ഞ് എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴേ എനിക്ക് സമാധാനാവൂ. ഏയ്, എന്താ കല്യാണി, എന്തിനാ നീ കരയുന്നത്? ഒന്നുമില്ല വലിയുഞ്ഞെ, മനസ്സിൽ നട്ടുപിടിപ്പിച്ച് താലോലിച്ച് വളർത്തിയ മോഹങ്ങൾ സ്വപ്നത്തിൽ മാത്രം പോവിടുന്നത് കണ്ട ഞാൻ വളർന്നത്. പക്ഷെ ഇപ്പൊ എനിക്കാവുന്നില്ല വലിയുഞ്ഞെ. കാരണം മോഹിച്ചു പോയി ഒരുപാട് നഷ്ടപ്പെടുത്താനാവുന്നില്ല. ആദ്യമൊക്കെ ദൂരെ നിന്നൊന്ന് കാണാനേ കൊതിച്ചിരുന്നുള്ളൂ. പിന്നെ ആ നിഴലോരത്തൊന്ന് നടക്കാൻ. ഇപ്പോ ആ നിഴലായി തീരാനാ ഞാൻ മോഹിക്കണേ. എന്റെ ജീവിതത്തിലും വലിയൂഞ്ഞ് തന്നെ നിറഞ്ഞു നിൽക്കണം. അതിന് 4 ആളറിയ ഈ കഴുത്തിലൊരു മിന്നി കെട്ടണം. ആ നാളും കാത്ത വലിയൂഞ്ഞ് ഞാൻ. ആ നാൾ അധികം ദൂരത്തിലല്ല കല്യാണി, നീ വിശ്വസിക്ക്. പൂജ കഴിയുമ്പോ അമ്മയോട് എന്റെ ഇഷ്ടം പറഞ്ഞ് ഞാൻ സമ്മതം വാങ്ങും. മാഡം സമ്മതിക്കോ വലിയൂഞ്ഞെ? ഒരുപക്ഷെ മാഡം എതിർത്ത? ഏയ്, ഇന്നുവരെ അമ്മയോട് ഞാൻ എന്റെ ഒരാഗ്രഹവും നടത്തി തരണമെന്ന് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ആഗ്രഹം പറയുമ്പോ അമ്മ അത് നിരസിക്കില്ല. ഉറപ്പായിട്ടും അമ്മയ്ക്കത് നടത്തി തരാതിരിക്കാൻ കഴിയില്ല. ഈ കല്യാണത്തിന് അമ്മ സമ്മതം പറയും. വലിയൂഞ്ഞ് പറയുന്നത് പോലൊക്കെ നടക്കോ വലിയൂഞ്ഞെ? നടക്കും കല്യാണി. നീ ആഗ്രഹിക്കുന്ന പോലെ എത്രയും വേഗം 4 ആളറിയ ഞാൻ നിന്റെ കഴുത്തിലെ താലി കെട്ടും. ശരി വലിയൂഞ്ഞെ, ഞാൻ പോന്നു. ആ, ഇളയമ്മയോട് കുറച്ച് കൂടുതൽ കരുതൽ വേണം. ശരി വലിയൂഞ്ഞെ. ശരി.
change of state from solid to liquid is called a melting. Liquid to solid is called a fusion. The change from liquid to solid is called a fusion. The change from liquid to solid is called a fusion. The change from liquid to solid is called a fusion. The change of state from solid to liquid is called a melting. പൂജ കഴിയുമ്പോൾ അമ്മയോട് എന്റെ ഇഷ്ടം പറഞ്ഞ് ഞാൻ സമ്മതം വാങ്ങും. ഉറപ്പായിട്ടും അമ്മയ്ക്കത് നടത്തിത്തരാതിരിക്കാൻ കഴിയില്ല. ഈ കല്യാണത്തിന് അമ്മ സമ്മതം പറയും. അവന്റെ ഇഷ്ടങ്ങൾ നടക്കട്ടെ. അതേ കുടുംബത്തിന്റെ പ്രൗഢിക്ക് ചേരാത്ത ഒരു പെണ്ണാണെങ്കിലോ? അങ്ങനെയാണെങ്കിലും എന്റെ മോന്റെ ഇഷ്ടം നിറവേറണം. അവന്റെ ഇഷ്ടങ്ങൾ നിറവേറാൻ സന്തോഷത്തോടെ ഞാൻ എന്റെ ജീവൻ വരെ കൊടുത്തു വരും. അമ്മയെല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലേ? നാളെ രാവുണരുമ്പോ എന്ത് സംഭവിക്കുന്നുള്ള ഭയവാ ഉള്ളില്. ഒന്നുകിൽ അമ്മയുടെ ഈ മോൾക്ക് തൃച്ചംബരത്തൊരു വലിയ സ്ഥാനം കിട്ടും, അല്ലെങ്കിൽ എന്നേക്കുമായി തൃച്ചംബരത്തിന് പുറത്താ. ആഗ്രഹങ്ങൾ കയ്യെത്തും ദൂരത്തുണ്ടെങ്കിലും പലപ്പോഴും നഷ്ടപ്പെടുത്താനാ എനിക്ക് യോഗം. പക്ഷേ ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. നഷ്ടപ്പെട്ട ഇഷ്ടങ്ങളൊക്കെ അടുത്ത ജന്മത്തിലേക്ക് കൂട്ടിവെക്കാനൊന്നും കല്യാണം ഉണ്ടാവില്ല. എനിക്ക് എന്റെ വലിയ കുഞ്ഞില്ലാണ്ട് പറ്റില്ല അമ്മ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഞാൻ. മനസ്സിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ പ്രതീക്ഷ എനിക്കെന്റെ വലിയ കുഞ്ഞ്. എനിക്കത് വേണം. ഇല്ലെങ്കിൽ ഞാൻ ചേച്ചി എന്തായി ചെയ്യുന്നേ? കണ്ണീര് തുടച്ചേ. ദേ നാളെ ചേച്ചി ഇഷ്ടമാണെന്ന് വലിയ കുഞ്ഞ് അകലാമേടത്തോട് പറയുന്നത് ഓർത്ത് സന്തോഷിക്കാനുള്ള സമയത്ത് ഇങ്ങനെ ദുഃഖിക്കുകയാണോ വേണ്ടത്? ഇപ്പൊ അച്ഛൻ വരും. ചേച്ചി ഇങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഇരിക്കുന്നത് കണ്ട പിന്നെ ഇവിടെ ഒരു ക്രോസ് വിസ്താരം നടക്കും. കണ്ണൊക്കെ തുടച്ചിട്ട് ചേച്ചി ഒന്ന് ചിരിച്ചേ, ഞാനൊന്ന് കാണട്ടെ. ചേച്ചി വലിയ നല്ല തഞ്ചത്തിൽ തന്നെ ചേച്ചിയുടെ കാര്യം പറഞ്ഞ അഖില മേഡത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കും. പിന്നെ എന്റെ ചേച്ചി ആരാ ആള്? തൃച്ചംബരത്തെ മൂത്ത മരുമകള്. ഞാനോ തൃച്ചംബരത്തെ കുഞ്ഞളിയൻ. എന്താ അങ്ങനെയല്ലേ? ഒന്ന് പോടാ. കല്യാണി ഇതുവരെ വന്നില്ലേ? വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. ഔട്ട് ഹൗസിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? എന്താ കെട്ടിയോളെ ഇത്? എന്താ ഇത്ര വൈകിയത്? ഞാനിന്നും വരണ സമയം ആവണേ ഉള്ളൂ. വല്ലതിന് ഇത് എന്താ പറ്റിയേ? നേരത്തെ വന്നപ്പോ എന്താ വൈകിയെന്നോ? സോറി,
നീ വരുന്ന സമയമാവുന്നേ ഉള്ളൂ. അതല്ലെങ്കിലും അങ്ങനെയാ. ഈ പ്രേമിക്കുന്ന സമയത്താണ് ഒരാൾ ഏറ്റവും അധികം കൃത്യനിഷ്ഠ പാലിക്കുന്നത്, പ്രത്യേകിച്ച് ആണുങ്ങള്. കാമുകി വരുന്നതിന് 1 മിനിറ്റ് മുന്നെയെങ്കിലും എത്താൻ നോക്കും. ദേ ഇപ്പൊ തന്നെ ഞാനാ നേരത്തെ വന്ന് നിന്നെ കൺഫ്യൂഷൻ ആക്കിയത്. എന്തു പറ്റി വലിയുഞ്ഞേ? ഒരു പതിവില്ലാത്ത പ്രത്യേകത തോന്നുന്നുണ്ടോ? എന്തൊക്കെയോ ചില മാറ്റങ്ങൾ. അപ്പൊ മാറ്റങ്ങളുണ്ടല്ലേ? ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമാകാൻ പോവുക. അതാലോചിച്ചുള്ള സന്തോഷം, അതാ ഈ മാറ്റത്തിനുള്ള കാരണം. വല്യൂഞ്ഞ് എന്തൊക്കെയായി പറയണേ? വല്യൂഞ്ഞ് പറയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആ അത് കൊള്ളാം. അപ്പൊ ഇന്നലെ രാത്രി നിന്നോട് പറഞ്ഞല്ല നീ മറന്നുപോയോ? ഇന്നത്തെ പൂജ കഴിയുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഇഷ്ടം അമ്മയോട് പറയൂന്ന്. ഇന്ന് പൂജ കഴിഞ്ഞ ഉടനെ അമ്മ വർക്കേഴ്സിനെല്ലാം ബോണസ് കൊടുക്കും. ആ സമയത്ത് ഞാൻ അമ്മയോട് നമ്മുടെ പ്രണയം പറഞ്ഞ് കല്യാണ സമ്മതം അമ്മയുടെ കയ്യിൽ നിന്ന് ബോണസായി വാങ്ങും. കല്യാണി കണ്ടോ? അവന്റെ ഇഷ്ടങ്ങൾ നിറവേറാൻ സന്തോഷത്തോടെ ഞാൻ എന്റെ ജീവൻ വരെ കൊടുത്തു എന്നും വരും.